അപ്പോൾ നമ്മളുടെ വിൻഡോസ് ഓഫ് നോളജ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മൾ ഫസ്റ്റ് ടേമിലൊക്കെ പഠിച്ചങ്ങോട്ട് വിട്ടതായിരുന്നു, പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിൽ കൂടുതലായിട്ടും ചോദിക്കുന്നത് 2 ഡയഗ്രാംസ് ആണ്. ഒന്ന് നമ്മുടെ ഐയുടെ ഡയഗ്രാം, പിന്നെ നമ്മളുടെ ഇയറിൻ്റെ ഡയഗ്രാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ ഇയറിൻ്റെ ഡയഗ്രാം ആണ്. ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, അടയാളപ്പെടുത്തി വരച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ കൂടെ തന്നെ ഇരിക്കുക, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. നമുക്കിത് ഇയറിൻ്റെ ഡയഗ്രാം അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇയർ അല്ലെങ്കിൽ നമ്മളുടെ ചെവി. അപ്പോൾ ഈ ചെവിയിൽ എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത്? വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മളുടെ ചെവി എന്ന് പറയുന്നത്. ചെവിനെ നമ്മൾ ആദ്യം തന്നെ 3 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ ബാഹ്യകർണത്തിൽ ആദ്യത്തെ ആളെ വരയ്ക്കാം. ഇതാണ് നമ്മളുടെ പിന്ന അല്ലെങ്കിൽ ചെവിക്കുട. ഓക്കെ, നമ്മളുടെ പിന്ന അല്ലെങ്കിൽ ചെവിക്കുട. ഇനി ഇതിൽ നിന്ന് വരുന്നതാണ് നമ്മളുടെ ഓഡിറ്ററി കനാൽ. ഓക്കെ, ഓഡിറ്ററി കനാൽ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം, ഓഡിറ്ററി കനാൽ, ഓഡിറ്ററി കനാൽ, ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ കർണനാളം. ഓക്കെ, ചെവിക്കുട, കർണനാളം, കർണനാളം. ഇനി അത് അവസാനിക്കുന്നത് എവിടെയാണ്? അത് ചെന്ന് അവസാനിക്കുന്നത് ഒരു കർണപടത്തിലാണ്. കർണപടം അല്ലെങ്കിൽ ടിംപാനം, ടിംപാനം അല്ലെങ്കിൽ കർണപടത്തിലാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബാഹ്യകർണം അല്ലെങ്കിൽ ഔട്ടർ ഇയർ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വരുന്നതാണ് നമ്മളുടെ മിഡിൽ ഇയർ. ഇതിൽ നിന്ന് കണ്ടിന്യൂഷനായിട്ട് വരുന്ന നമ്മളുടെ മിഡിൽ ഇയറിന് 3 കുഞ്ഞു കുഞ്ഞു അസ്ഥികൾ, കുഞ്ഞു കുഞ്ഞു ബോൺസ് ആണുള്ളത്. 3 ബോൺസ് ആണുള്ളത്. ഈ 3 ബോൺസിനും പേരുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ മാലിയസ്, മാലിയസ്, ഇത് നമ്മളുടെ ഇൻകസ് ആൻഡ് ഇത് നമ്മളുടെ സ്റ്റേപ്പസ്. ഇങ്ങനെ 3 അസ്ഥികളാണ് നമുക്കുള്ളത്. ഇതിൽ സ്റ്റേപ്പസ് ആണ് നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും കുഞ്ഞു ബോൺ. ഓക്കെ, ഈ 3 ബോൺസിനെയും കൂടി ചേർത്ത് നമ്മൾ പറയും ഇയർ ഓസിക്കിൾസ്. ഇയർ ഓസിക്കിൾസ് മലയാളത്തിൽ നമ്മൾ പറയും അസ്ഥി ശൃംഖല, അസ്ഥി ശൃംഖല. അപ്പോൾ അസ്ഥി ശൃംഖല അല്ലെങ്കിൽ ഇയർ ഓസിക്കിൾസ് 3 കുഞ്ഞു ബോൺസ് ആണ് നമ്മളുടെ മധ്യകർണത്തിൽ അല്ലെങ്കിൽ മിഡിൽ ഇയറിലുള്ളത്. ആൻഡ് ഇവിടെ നിന്നൊരു കുഞ്ഞു ട്യൂബ് നമ്മളുടെ ഫാരിങ്സിലേക്ക് പോകുന്നുണ്ട്. ഫാരിങ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്രസനിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു ട്യൂബാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയും. യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നാളി, യൂസ്റ്റേഷ്യൻ നാളി. ഓക്കെ, യൂസ്റ്റേഷ്യൻ നാളി അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ്. അതോടുകൂടി നമ്മളുടെ മിഡിൽ ഇയർ കഴിഞ്ഞു, മധ്യകർണം കഴിഞ്ഞു. ഇത് നമ്മളുടെ ആന്തരകർണം. ആന്തരകർണം കുറച്ചൊരു അടിപൊളി ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നതാണ് നമ്മളുടെ കോക്ലിയ. ഒരു ഒച്ചു പോലെ ചുരുണ്ട് കിടക്കുന്ന ഒരു ഷെല്ല് പോലെ ഇരിക്കുന്നതാണ് നമ്മളുടെ കോക്ലിയ. ഇതിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? നമ്മളെ ഹിയറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ഹെയർ സെൽസ്, സവിശേഷ രോമകോശങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, ആൻഡ് ഈ കോക്ലിയയിൽ നിന്ന് പോകുന്ന ഒന്നാണ് നമ്മളുടെ ഓഡിറ്ററി നെർവ്. ഓഡിറ്ററി നെർവ് നമ്മളുടെ ബ്രെയിനിലേക്ക് ഇമ്പൾസസിനെയൊക്കെ കൊണ്ടുപോകുന്ന ഓഡിറ്ററി നെർവ് അല്ലെങ്കിൽ ശ്രവണനാഡി എന്ന് നമ്മൾ പറയും. ശ്രവണനാഡി. ഈ ഒരു ആളാണ് നമ്മൾ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളുടെ കേൾവിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സ്റ്റേപ്പസ് നേരെ തുറക്കുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മുടെ കോക്ലിയയിലേക്കാണ്. അപ്പോൾ കോക്ലിയയിൽ ഹിയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ആൾ മാത്രമല്ല അല്ലേ, നമ്മളുടെ ബോഡി ബാലൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ആൾക്കാർ കൂടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 3 സെമി സർക്കുലാർ കനാൽസ് ഉണ്ട്. കുറച്ച് ഇങ്ങോട്ടേക്ക് വരയ്ക്കട്ടെ. ഇവിടെ നമ്മളുടെ കോക്ലിയയിൽ ഇങ്ങനെ 3 സെമി സർക്കുലാർ കനാൽസ് ഉണ്ട്. അർദ്ധവൃത്താകാര കുഴലുകൾ എന്ന് നമ്മൾ പറയും. ഓക്കെ, സെമി സർക്കുലാർ കനാൽസ്, 3 സെമി സർക്കുലാർ കനാൽസ് ഉണ്ട്. അർദ്ധവൃത്താകാര കുഴലുകൾ. ഓക്കെ, ഇതിൻ്റെ ബേസിലായിട്ട് ഇവിടെ ഒരു വെസ്റ്റിബ്യൂൾ ഉണ്ട്. വെസ്റ്റിബ്യൂൾ, ഇതാണ് വെസ്റ്റിബ്യൂൾ. ഇതാണ് നമ്മളെ ശരീരത്തിൻ്റെ തുലന നില പാലിക്കാൻ, ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ. അപ്പോൾ ഈ വെസ്റ്റിബ്യൂളിൽ നിന്ന് ഒരു നെർവ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. വെസ്റ്റിബ്യൂളിൽ നിന്ന് പോകുന്ന ഒരു നെർവാണ് വെസ്റ്റിബുലാർ നെർവ് അല്ലെങ്കിൽ വെസ്റ്റിബുലാർ നാഡി, വെസ്റ്റിബുലാർ നെർവ്. ഓക്കെ, ഇതിൽ മിസ് എന്ത് ചെയ്തുതരാം? ഈ ഒരു ഉള്ളിലുള്ള ചെവി, അതായത് നമ്മളുടെ ആന്തരകർണം അല്ലെങ്കിൽ ഇന്നർ ഇയറിനെ മാത്രം മിസ് ഇവിടെ ഒന്നുകൂടി വരച്ചുതരാം കേട്ടോ. ഇത് നമ്മളുടെ കോക്ലിയ, കോക്ലിയയിൽ നിന്ന് പോകുന്ന നമ്മളുടെ
ഓഡിറ്ററി നെർവ്. ആൻഡ് ഇവിടെ ആരാ ഉള്ളത്? നമ്മളുടെ സെമി സർക്കുലാർ കനാൽസ്. ഇതിൻ്റെ ബേസിലായിട്ട് നമുക്കിവിടെ വെസ്റ്റിബ്യൂൾ. അപ്പോൾ അതെ ഇതാണ് മക്കളെ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. വെസ്റ്റിബ്യൂൾ, ഇവിടെ 3 സെമി സർക്കുലാർ കനാൽസ്, ആൻഡ് ഈ വെസ്റ്റിബ്യൂളിൽ നിന്ന് പോകുന്ന ഒരു നെർവാണ് വെസ്റ്റിബുലാർ നെർവ്. ഇതാണ് നമ്മളെ ശരീരത്തിനെ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ ഓഡിറ്ററി നെർവ് അല്ലെങ്കിൽ ശ്രവണനാഡി. ഈ ശ്രവണനാഡിയും പിന്നെ കോക്ലിയാണ് നമ്മൾ എന്തിനു സഹായിക്കുന്നത്? നമ്മളെ കേൾവി, ഹിയറിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഇയറിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോളൂ കേട്ടോ. അതെ ഇതാണ് നമ്മളുടെ ഔട്ടർ ഇയറിൻ്റെ പിന്നെ സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്യും. അതെവിടെ എത്തിക്കും? ഇതിനെ നമ്മൾ ഓഡിറ്ററി കനാൽ അല്ലെ കർണ്ണനാളത്തിലെത്തിക്കും. കർണ്ണനാളം എന്ത് ചെയ്യും? നമ്മളുടെ ടിംപാനത്തിനെ അല്ലെ കർണ്ണപടത്തിനെ വൈബ്രേറ്റ് ചെയ്യിക്കും. കർണ്ണപടം വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആ വൈബ്രേഷനെ നമ്മളുടെ ഇയർ ഓസിക്കിൾസ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവർ 3 വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഇൻറ്റേർണൽ ഇയറിലേക്ക് എത്തും, കോക്ലിയയിലേക്ക് എത്തും. കോക്ലിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഇമ്പൾസസ് ഉണ്ടാവും. ഈ ഇമ്പൾസസിനെ നമ്മളുടെ ഓഡിറ്ററി നെർവ് സെറിബ്രത്തിൽ എത്തിച്ചാൽ ഹിയറിംഗ് ആയി. ഇനി ബോഡി ബാലൻസിങ് ആകുമ്പോഴോ നമ്മൾ തലയൊക്കെ ഇങ്ങനെ അനങ്ങുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു സെമി സർക്കുലാർ കനാൽസിൻ്റെയും വെസ്റ്റിബ്യൂളിൻ്റെയും ഉള്ളിലുള്ള ഫ്ലൂയിഡ് മൂവ് ചെയ്യും. അവിടുത്തെ ഹെയർ സെൽസ് മൂവ് ചെയ്യും, ഇമ്പൾസസ് ഉണ്ടാകും. ഈ ഇമ്പൾസസിനെ നമ്മളുടെ വെസ്റ്റിബുലാർ നെർവ് സെറിബെല്ലത്തിലെത്തിക്കും, ഹിയറിംഗ് നടക്കും. ഓക്കെ. ആൻഡ് യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ ഫംഗ്ഷൻ ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. പ്രഷർ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഈ ഒരു ടിംപാനം അല്ലെ കർണ്ണപടത്തിൻ്റെ 2 സൈഡിലുള്ള പ്രഷർ ബാലൻസ് ചെയ്യുന്ന ആളാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എങ്കിൽ നിങ്ങൾ ക്ലിയർ ആയെന്ന് മിസ്സിനെ അറിയിക്കുക. ആൻഡ് ഇതുപോലെ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് കൂടി പറയാം. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ മിസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇനി ഏത് ടോപ്പിക്കാണ് ഇതേപോലെ സിമ്പിളായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ,